പത്തനംതിട്ടയിൽ നടന്ന മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടി പൊളിക്കാൻ ചില ഉദ്യോഗസ്ഥർ ശ്രമിച്ചതായി ആരോപണമുയരുന്നു. ചില ഉദ്യോഗസ്ഥ സംഘടനകളുടെ പിൻബലത്തോടെയാണ് മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടി പരാജയപ്പെടുത്താൻ ശ്രമിച്ചതെന്നും ആക്ഷേപമുണ്ട്. മുൻകൂട്ടി ചില ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത ഉദ്യോഗസ്ഥർ ജനസമ്പർക്ക പരിപാടിക്ക് എത്താതിരുന്നത് സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കി. ഉദ്യോഗസ്ഥന്മാർ സമയത്തിന് എത്താത്തത് കാരണം കൗണ്ടറുകളിൽ ജോലി ചെയ്യുന്നതിന് ആളില്ലാത്ത സ്ഥിതിയുണ്ടായി. പരാതിക്കാർ ഉൾപ്പെടുന്ന ജനവിഭാഗം വർദ്ധിച്ചപ്പോൾ മറുപടി പറയാൻ പോലും ആളില്ലായിരുന്നു. ഇങ്ങനെയുള്ള കാലുവാരലുകൾ ഉണ്ടാകുമെന്ന് മുൻകൂട്ടി കാണാൻ അധികൃതർക്കോ സംഘാടകർക്കോ കഴിഞ്ഞില്ല. പരാതിക്കാരുടെ കുത്തൊഴുക്ക് നിയന്ത്രിക്കാൻ പോലീസിനും കഴിഞ്ഞില്ല. ആരോഗ്യവകുപ്പ് മന്ത്രി അടൂർ പ്രകാശ്, റവന്യൂ വകുപ്പ് മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ആന്റോ ആന്റണി എംപി, PJ കുര്യൻ എംപി, ത്രിതല പഞ്ചായത്ത് ഭാരവാഹികൾ, MLA മാർ എന്നിവർ സേവന സന്നദ്ധരായി ഇവിടെ സജീവമായിരുന്നു. മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടിയിൽ നീതി തേടിയെത്തിയവരുടെ കൂട്ടത്തിൽ മാവേലിയും ഉണ്ടായിരുന്നു. ബാലെ കലാകാരന്മാർക്ക് പെൻഷൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകുന്നതിനായിട്ടാണ് ബാലെ നടനായ ആനന്ദപ്പള്ളി രജനി മന്ദിരത്തിൽ സുകുമാരൻ മാവേലി വേഷത്തിൽ ഇവിടെ എത്തിയത്. മാവേലി ആൾക്കൂട്ടത്തിനിടയിൽ ശ്രദ്ധാകേന്ദ്രമാകുകയും ചെയ്തു. ഗുണദോഷ സമ്മിശ്രമായിരുന്നു മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടി. മുന്നൊരുക്കത്തിന്റെയും ആസൂത്രണത്തിന്റെയും അഭാവമാണ് ജനസമ്പർക്ക പരിപാടിയുടെ നിറം കെടുത്തിയതെന്നും ആക്ഷേപമുണ്ട്. പ്രദീപ് ഗുരുകുലം, ന്യൂസ് ബ്യൂറോ, പത്തനാപുരം.